നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്നാം സമ്മാനം 25 ലക്ഷം രൂപ. എന്താ മോളെ? രാധമേ, ഇവിടെ നമ്മുടെ ടൗണിലെ വീട്ടമ്മമാരുടെ പാചക മത്സരം നടക്കുന്നു. ഒന്നാം സമ്മാനം 25 ലക്ഷമാണെന്ന്. അയ്യോ, 25 ലക്ഷോ? ദിവ്യയ്ക്ക് വേണ്ട നീതി നടപ്പിലാക്കാൻ പോകുന്നത് പ്രതാപനും. നിനക്കെതിരെ വാദിക്കുന്നതും പ്രവർത്തിക്കുന്നതും രാജുവും ഋതികയുമാണ്. വാദിക്കാനും നിന്നെ കുറ്റക്കാരനാക്കാനും അവര് രണ്ടുപേരും ഇനി മുതിരാൻ പാടില്ല. അതിന് നീതിമാനായ രാജാവിനെ താഴെ ഇറക്കണം. ദിവ്യയ്ക്ക് നീതി കൊടുക്കാൻ അവൻ അധികാരം ഉണ്ടാവരുത്. അതെ. എങ്ങനെ? നീ ധൃതി വെക്കാതെടാ. അവള് പ്രസവിക്കാൻ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. എല്ലാത്തിനും ഞാനൊരു വഴി ഉണ്ടാക്കാം. ശരി അമ്മേ. ഈ ക്ലബിങ്ങിനെ ആർക്കും വേണ്ടാതെ കിടക്കാൻ തുടങ്ങിയിട്ട് 6-7 മാസമായി. എല്ലാ വീക്കെൻഡിലും കുടുംബശ്രീ യോഗം കൂടാനും ഇടയ്ക്കിടയ്ക്ക് ടർഫിൽ പോയി ഷട്ടിൽ കളിക്കാനും വർഷത്തിലൊരു ടൂർ പോവാനും ഈ കെട്ടിടവും വാടകയ്ക്ക് മേടിച്ചിട്ട് ക്ലബ്ബ് നടത്തേണ്ട വല്ല കാര്യമുണ്ടോന്ന് അടുത്ത മീറ്റിംഗിൽ ശക്തമായി ചോദിക്കണം. ക്ലബിന് ക്യൂൻസ് ക്ലബ് എന്ന പേരുണ്ടാക്കിയിട്ട് ഇവിടെ ഇപ്പൊ ക്യൂനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ദൈവമേ, വരുമാനം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാക്കി തരണേ. ഹലോ മാഡം, ഇരിക്കൂ. ഞാൻ പത്മാവതി, ഇവിടെ അടുത്താ താമസിക്കുന്നത്. ആ, അയ്യോ മാഡം, ഒന്നും തോന്നരുത്. വല്ല ഫണ്ടിന് വേണ്ടിയാണെങ്കിൽ നടക്കില്ല കേട്ടോ. ഏയ്, ഫണ്ടിന് വേണ്ടിയൊന്നുമല്ല. ഒരു പ്രോഗ്രാം നിങ്ങളുടെ ക്ലബിന്റെ ഭാഗമായി നടത്താൻ സാധിക്കുമെന്ന് അറിയാൻ വന്നതാ. പ്രോഗ്രാമോ? എന്ത് പ്രോഗ്രാം? ആക്ച്വലി ഞങ്ങൾ വളരെ തിരക്കില്ല. വരുന്ന 2 മാസങ്ങളിലാണെങ്കിൽ തീരെ ഒഴിവുമില്ല. പ്രമുഖ വ്യക്തികൾക്ക് ക്ലബിൽ വെച്ച് നടത്തുന്ന സ്വീകരണം, ക്ലബിന്റെ ആഭിമുഖ്യത്തില് സ്പോൺസർമാര് നടത്തുന്ന കൾച്ചറൽ പ്രോഗ്രാംസ്, സ്പോർട്സ് കോമ്പറ്റീഷൻസ്. പിരിവ് കൊടുത്ത് ഞാൻ മടുത്തിരിക്കുക. അതാ ഞാൻ മാഡത്തിനെ കണ്ടപ്പോ പിരിവിനാണെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞത്. സോറി, അങ്ങനെ നിങ്ങളൊരു തിരക്കിലാണെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കിയതിൽ ക്ഷമിക്കണം. ഞാൻ ഇറങ്ങട്ടെ. മാഡം, ഒരു മിനിറ്റ്. മാഡത്തിന് അങ്ങനെ നിരാശയെ മടക്കി വിടുന്നത് ശരിയല്ലല്ലോ. അത് ഞങ്ങളുടെ ക്യൂൻസ് ക്ലബിന്റെ അന്തസ്സിന് ചേരുന്ന കാര്യമല്ല. പത്മാവതി എന്നല്ലേ പേര് പറഞ്ഞേ? അതെ. എന്ത് പ്രോഗ്രാമാണ് മാഡം നടത്താൻ ഉദ്ദേശിക്കുന്നത്? അത് നമ്മുടെ നാട്ടിലെന്നല്ല, ഏത് നാട്ടിലാണെങ്കിലും പുതുതായിട്ട് വിവാഹം കഴിഞ്ഞ വധുവരന്മാർക്ക് അവരിൽ ആർക്കെങ്കിലും കുക്കിംഗ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ, എന്റെ വീട്ടില് എന്റെ ഭർത്താവാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. എന്തൊരു സ്വാദാണെന്നറിയോ? ഞാൻ കിച്ചണിലേക്ക് കയറാറേ ഇല്ല. അങ്ങനെ സ്വാദുള്ള ഭക്ഷണം പാചകം ചെയ്തു തരുന്ന ഭർത്താവുള്ള ഭാര്യ ഭാഗ്യവതിയാ. അതെ. അപ്പൊ ഞാനീ പറഞ്ഞു വരുന്ന പാചക മത്സരം പുതുതായി വിവാഹം കഴിച്ചു വന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയാ. നന്നായി പാചകം ചെയ്യാൻ അറിയാവുന്നവർക്ക് ഒരു സപ്പോർട്ട് ആകട്ടെ എന്ന് വെച്ചു. വളരെ നല്ല ചിന്തയാ മാഡം. ആട്ടെ, എന്നാണ് മാഡം ഈ മത്സരം നടത്താൻ ഉദ്ദേശിക്കുന്നത്? തീയതിയൊക്കെ നിങ്ങളുടെ തിരക്ക് നോക്കിയിട്ട് തീരുമാനിച്ചാ മതി. ഒരുപാട് വൈകിക്കാൻ പറ്റില്ല. ഓക്കെ. അല്ല, ഈ കോമ്പറ്റീഷന് പ്രൈസായി എന്ത് കൊടുക്കാനാ മാഡം ഉദ്ദേശിക്കുന്നത്? വല്ല ഫ്രിഡ്ജോ കുക്കറോ ഒക്കെ ആയിരിക്കും അല്ലേ? ഏയ് അല്ല, ഒന്നാം സമ്മാനമായി ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത് 25 ലക്ഷം രൂപയാ. 25 ലക്ഷം രൂപയോ? എന്തുപറ്റി? അല്ല, കുറച്ചു ദിവസം മുമ്പ് ഒരു മാഡം വന്നിരുന്നു. ആ മാഡവും ഒന്നാം സമ്മാനം 25 ലക്ഷം കൊടുക്കുന്ന ഒരു കോമ്പറ്റീഷനെ കുറിച്ച് പറഞ്ഞിരുന്നു.
അത് സ്ത്രീകളുടെ വള്ളംകളി മത്സരമായിരുന്നു. അത് ഓർത്തു പോയതാ. നമുക്ക് ഈ കോമ്പറ്റീഷൻ നടത്താം. ഡേറ്റ് എപ്പോ വേണോന്ന് മാഡം പറഞ്ഞാ മതി. ഏയ് അത് വേണ്ട, ഡേറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്താൽ മതി. നിങ്ങളുടെ തിരക്കൊക്കെ മാറി ഒരു ദിവസം ഫിക്സ് ചെയ്താൽ മതി. ശരി മാഡം, അങ്ങനെ ആയിക്കോട്ടെ. വളരെ സന്തോഷം. മാഡം ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. കോമ്പറ്റീഷന്റെ ചെലവുകളൊക്കെ നോട്ടീസ് അടിക്കണം, ടിവിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പബ്ലിസിറ്റി കൊടുക്കണം. ഒരുപാട് ചെലവുകളുണ്ട്. അതിനെന്താ, ക്ലബിന്റെ അക്കൗണ്ട് നമ്പർ എനിക്ക് അയച്ചാൽ മതി. ക്യാഷ് ഞാൻ അയച്ചേക്കാം. ഓക്കെ മാഡം. എന്റെ മൊബൈൽ നമ്പർ നോട്ട് ചെയ്തോളൂ. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ആ ശരി മാഡം. ഓക്കെ മാഡം, ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മെസ്സേജ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി മാഡം. ഇവിടം വരെ വന്നിട്ട് മാഡത്തിന് കുടിക്കാനൊന്നും തന്നില്ല. ഏയ് അതൊന്നും സാരമില്ല. ശരി. ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. 25 ലക്ഷം ഒന്നാം സമ്മാനം. പിന്നെ ചെലവിന്റെ കണക്കില് കുറെ അടിച്ചു മാറ്റാനും പറ്റും. കണക്കിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കുന്നത് നല്ലത്. ഒന്നും പ്രസിഡന്റിനെ ഏൽപ്പിക്കണ്ട. വീടിന്റെ പൊളിഞ്ഞ മുറ്റം ഒന്ന് ശരിയാക്കണം. വേണ്ട, അടുക്കള പുതുക്കി പണിയാം. കോളടിച്ചു. പത്രം എന്ന് പറഞ്ഞാൽ എന്തല്ല വാർത്തകളാ പത്രത്തില്. ഈ ലോകം എങ്ങടാ പോണത്? അങ്ങളെ ചായ. ആ ഇതെന്താ? എന്ത് നോട്ടീസ് ആണല്ലോ. അതുമല്ല ജ്വല്ലറിയുടെ പരസ്യമായിരിക്കും. അല്ല, രുചിയുടെ മഹാമേള. ഒന്നാം സമ്മാനം 25 ലക്ഷം രൂപ. എന്താ മോളെ? രാധമേ, ഇവിടെ നമ്മുടെ ടൗണിലെ വീട്ടമ്മമാരുടെ പാചക മത്സരം നടക്കുന്നു. ഒന്നാം സമ്മാനം 25 ലക്ഷം ആണെന്ന്. അയ്യോ, 25 ലക്ഷോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.